പ്രിയപ്പെട്ട കുട്ടികളെ, മൂന്നാമത്തെ ചാപ്റ്റർ നമുക്ക് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്തെടുക്കാം. ഒന്നാമത്തെ ചാപ്റ്ററിൽ ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന നാഡീവ്യവസ്ഥയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന മറ്റൊരു അവയവ വ്യവസ്ഥയായ അന്തഃസ്രാവി വ്യവസ്ഥയെക്കുറിച്ചാണ്, അതായത് എൻഡോക്രൈൻ സിസ്റ്റം. അന്തഃസ്രാവി ഗ്രന്ഥികളും അവയുടെ സ്രവങ്ങളായ ഹോർമോണുകളും ചേർന്നതാണ് അന്തഃസ്രാവി വ്യവസ്ഥ എന്ന്. അന്തഃസ്രാവി ഗ്രന്ഥികൾ ഹോർമോണുകൾ വഴിയാണ് ജീവപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസസന്ദേശവാഹകരാണ് ഹോർമോണുകൾ, അതായത് കെമിക്കൽ മെസ്സഞ്ചേഴ്സ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ഉമിനീർ ഗ്രന്ഥി, കണ്ണുനീർ ഗ്രന്ഥി ഇവയിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ് അന്തഃസ്രാവി ഗ്രന്ഥികൾ. കാരണം അന്തഃസ്രാവി ഗ്രന്ഥികൾക്ക് അവയുടെ സ്രവങ്ങളായ ഹോർമോണുകളെ ശരീരകലകളിലേക്ക് എത്തിക്കാനായിട്ട് പ്രത്യേക കുഴൽ സംവിധാനമൊന്നുമില്ല. അതിനാൽ ഇവയെ നാളീരഹിത ഗ്രന്ഥികൾ അഥവാ ഡക്ട്ലെസ് ഗ്ലാൻഡ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പിന്നെ ഹോർമോണുകൾ എങ്ങനെയായിരിക്കും ശരീരകലകളിലേക്ക് എത്തിച്ചേരുന്നത്? രക്തത്തിലൂടെയാണ് ഹോർമോണുകൾ സംവഹിക്കപ്പെടുന്നത്. ഹോർമോൺസ് ആർ ട്രാൻസ്പോർട്ടഡ് ത്രൂ ബ്ലഡ്. അപ്പോൾ എല്ലാ അന്തഃസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളും രക്തത്തിലുണ്ടാവും. അപ്പോൾ രക്തത്തിൽ ലയിച്ചു ചേർന്ന് ഈ ഹോർമോണുകളെല്ലാം ശരീരകലകളിൽ എത്തിച്ചേരും, അല്ലേ? അപ്പോൾ എല്ലാ ശരീരകലകളിലും എല്ലാ ഹോർമോണും പ്രവർത്തിക്കുമോ? ഇല്ല. കാരണം ഒരു ഹോർമോണിന് ഒരു കോശത്തിനകത്ത് പ്രവർത്തിക്കണമെങ്കിൽ ആ ഹോർമോണിനെ സ്വീകരിക്കാൻ ആവശ്യമായ ഗ്രാഹികൾ ആ കോശത്തിൽ ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഹോർമോണുകളെ സ്വീകരിക്കാനുള്ള ഗ്രാഹികളുള്ള കോശങ്ങളെയാണ് നമ്മൾ ലക്ഷ്യകോശങ്ങൾ അഥവാ ടാർഗറ്റ് സെല്ലുകൾ എന്ന് പറയുന്നത്. അതായത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഹോർമോണുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന കോശങ്ങളാണ് ലക്ഷ്യകോശങ്ങൾ അഥവാ ടാർഗറ്റ് സെൽസ്. അപ്പോൾ ലക്ഷ്യകോശങ്ങളിൽ മാത്രമേ ഹോർമോണുകൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഹോർമോണുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന കോശങ്ങളാണ് ലക്ഷ്യകോശങ്ങൾ. ഹോർമോണുകളെ സ്വീകരിക്കാൻ കഴിയുന്ന ഗ്രാഹികളുള്ള കോശങ്ങളാണ് ലക്ഷ്യകോശങ്ങൾ. A cell in which a hormone can act is called as target cell. A target cell has receptors to receive hormones. അപ്പോൾ രക്തത്തിൽ ലയിച്ചു ചേർന്ന് എല്ലാ ഹോർമോണുകളും ശരീരകലകളിലേക്ക് ചെല്ലുന്നുണ്ട്. പക്ഷേ ഗ്രാഹികളുള്ള കോശങ്ങളിൽ മാത്രം ഹോർമോണുകൾ പ്രവേശിക്കുന്നു. അതായത് ഒരു താഴിന് ഒരു താക്കോലുണ്ട്, അല്ലേ? അപ്പം അതേപോലെ ഓരോ ഹോർമോണിനെയും സ്വീകരിക്കാൻ പ്രത്യേകം ഗ്രാഹികളുണ്ട്. ആ ഗ്രാഹികളുള്ള കോശങ്ങളിലേക്ക് ഹോർമോണുകൾ പ്രവേശിക്കുന്നു. ഓരോ ഹോർമോൺ തന്മാത്രയും ഗ്രാഹിയുമായി കൂടിച്ചേർന്ന് ഹോർമോൺ ഗ്രാഹി സംയുക്തം, അതായത് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാകുന്നു. അങ്ങനെ ഹോർമോൺ ഗ്രാഹി സംയുക്തം ഉണ്ടായിക്കഴിഞ്ഞാൽ കോശത്തിനകത്തെ രാസാഗ്നികൾ പ്രവർത്തനക്ഷമമാകുകയും, അതായത് ആക്റ്റീവ് ആവുകയും കോശപ്രവർത്തനങ്ങളിൽ അതിനനുസരിച്ചുള്ള മാറ്റം വരികയും ചെയ്യുന്നു. ഹോർമോൺസ് എൻറ്റർ ഇൻ ടു ദ സെൽസ് വിച്ച് ഹാവ് ദ സ്പെസിഫിക് റിസപ്റ്റർ. ദെൻ ഹോർമോൺ മോളിക്യൂൾ ബൈൻഡ്സ് വിത്ത് ദ റിസപ്റ്റർ ടു ഫോം hormone receptor complex. After this, enzymes are activated and certain changes occur in cellular activities. ഇനി നമുക്ക് ഓരോ അന്തഃസ്രാവി ഗ്രന്ഥികളെക്കുറിച്ച് പഠിക്കാം. പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന കോശ സമൂഹത്തിൽ രണ്ട് തരത്തിലുള്ള കോശങ്ങളുണ്ട്, ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളും. ഇതിൽ ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോണും ബീറ്റ കോശങ്ങൾ ഇൻസുലിൻ എന്ന ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്നു. ഐലറ്റ്സ് എന്നാൽ ദ്വീപ് സമൂഹങ്ങൾ എന്നാണ് അർത്ഥം. ലാംഗർഹാൻസ് അത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ്റെ പേരാണ്. പാൻക്രിയാസിൽ ദ്വീപ് സമൂഹങ്ങൾ പോലെ കാണപ്പെടുന്ന കോശങ്ങളാണ് ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളും. ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു. കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു. ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലൂക്കഗോൺ
കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നു. അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. ബീറ്റാ സെൽസ് പ്രൊഡ്യൂസ് ഇൻസുലിൻ. ഇൻസുലിൻ ഹെൽപ്സ് in the cellular uptake of glucose molecule. Insulin converts glucose into glycogen in the liver and muscles. Alpha cells produce glucagon. Glucagon converts the glycogen stored in the liver to glucose and synthesizes glucose from amino acids. നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് എന്ന് പറഞ്ഞാൽ 100 മില്ലി ലിറ്റർ രക്തത്തിൽ 70 മുതൽ 110 മില്ലിഗ്രാം വരെ ഗ്ലൂക്കോസ് എന്നതാണ്. എന്നാൽ നാം ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും. ഇങ്ങനെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ പാൻക്രിയാസിലുള്ള ഐലസ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റാ കോശങ്ങൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും. ഇൻസുലിൻ ഗ്ലൂക്കോസ് തന്മാത്രകളെ കോശത്തിനകത്തേക്ക് കടത്തുന്ന പ്രവർത്തനം ത്വരിതപ്പെടുത്തുകയും കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുകയും ചെയ്യുന്നു. അങ്ങനെ ഗ്ലൂക്കോസിൻ്റെ അളവ് സാധാരണ നിലയിലാകും. ഇനി ഭക്ഷണം കഴിക്കാതെ ഏറെ നേരം ഇരിക്കുമ്പോഴോ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുന്നു. അപ്പോൾ പാൻക്രിയാസിലുള്ള ഐലസ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഗ്ലൂക്കഗോൺ കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നൽകുന്നു. അങ്ങനെ ഗ്ലൂക്കോസിൻ്റെ അളവ് സാധാരണ നിലയിലാക്കുന്നു. അപ്പോൾ ഇൻസുലിൻ്റെയും ഗ്ലൂക്കഗോണിൻ്റെയും പ്രവർത്തനം വഴിയാണ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് നിലനിർത്തിപ്പോരുന്നത്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലായാൽ ഗ്ലൂക്കഗോണിൻ്റെ ഉൽപ്പാദനം കുറയുകയും ഇൻസുലിൻ്റെ ഉൽപ്പാദനം കൂടുകയും ചെയ്യും. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞാലോ ഗ്ലൂക്കഗോണിൻ്റെ ഉൽപ്പാദനം കൂടുകയും ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുകയും ചെയ്യും. ഇത്തരത്തിൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നിട്ടും ചില ആളുകൾക്ക് രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടി രോഗാവസ്ഥയായി മാറിയിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഏതാണ് ആ രോഗാവസ്ഥ? പ്രമേഹം എന്നാണ് പറയുന്നത്. പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള രക്തപരിശോധനയിൽ 100 മില്ലി ലിറ്റർ രക്തത്തിൽ 126 മില്ലിഗ്രാമിൽ കൂടുതൽ ഗ്ലൂക്കോസ് ഉള്ള അവസ്ഥയാണ് പ്രമേഹം. എങ്ങനെയായിരിക്കും ഈ ഒരു രോഗാവസ്ഥയിലേക്ക് എത്തിച്ചേരുക? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ കോശങ്ങൾ നശിക്കുകയോ അല്ലെങ്കിൽ ഇൻസുലിൻ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന കുറവോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിനെ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വരികയോ ഒക്കെ ചെയ്യുമ്പോഴാണ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നത്. അപ്പോൾ പറയൂ, എന്തൊക്കെയാണ് പ്രമേഹ രോഗത്തിൻ്റെ കാരണങ്ങൾ? ബീറ്റാ കോശങ്ങൾ നശിക്കുന്നു, ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന കുറവ്, ഇൻസുലിനെ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വരിക. എന്തൊക്കെയാണ് പ്രമേഹ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ? വർദ്ധിച്ച വിശപ്പ്, ദാഹം, കൂടെയുള്ള മൂത്രമൊഴിക്കൽ, ഇൻക്രീസ്ഡ് അപ്പിറ്റൈറ്റ്, തേഴ്സ്റ്റ് ആൻഡ് ഫ്രീക്വൻറ്റ് യൂറിനേഷൻ. രക്തത്തിൽ അധികം വരുന്ന ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെയാണ് പുറന്തള്ളുന്നത്. സാധാരണഗതിയിൽ മൂത്രത്തിൽ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം കാണപ്പെടില്ല. അപ്പോൾ പ്രമേഹ രോഗമുണ്ടോ എന്നറിയാനായി നമുക്ക് മൂത്രത്തിൽ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്താൽ മതി. അതിനായിട്ട് നമ്മൾക്ക് ബെനഡിക്ട് റിയേജൻറ്റ് സഹായിക്കും. ഒരു ടെസ്റ്റ് ട്യൂബിൽ 2 മില്ലി ലിറ്റർ സാമ്പിൾ എടുത്ത് അതിലേക്ക് 2 മില്ലി ലിറ്റർ ബെനഡിക്ട് ലൈന് ചേർത്ത് 2 മിനിറ്റ് ചൂടാക്കുക. നമ്മുടെ മൂത്രത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവിനനുസരിച്ച് നിറം മാറ്റമുണ്ടാകും. നീല നിറം, അതായത് ലായനിയുടെ നിറം തന്നെയാണെങ്കിൽ ഗ്ലൂക്കോസ് ഇല്ല. പച്ചയാണെങ്കിൽ കുറച്ച് ഗ്ലൂക്കോസ് ഉണ്ട്. ഓറഞ്ച് ആണെങ്കിലോ അല്പം കൂടുതലാണ്. ചുവപ്പാണെങ്കിലോ വളരെ കൂടുതലാണ്. ഇനി 3 മാസത്തെ ഗ്ലൂക്കോസ് നില കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന രക്തപരിശോധനയുണ്ട്. അത് നമുക്ക് ലാബിൽ ചെയ്ത് കൃത്യമായ പ്രമേഹ രോഗനിർണയം നടത്താനായിട്ട് സാധിക്കും. തൊണ്ടയിൽ സ്വനപേടകത്തിന് തൊട്ട് താഴെയായി കാണുന്ന ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് തൈറോക്സിനും കാൽസിട്ടോണിനും. ഉപാപചയ പ്രവർത്തനങ്ങളെ, അതായത് ശരീരത്തിൽ നടക്കുന്ന നിർമ്മാണ ശിഥിലീകരണ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മുഖ്യ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈറോക്സിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഊർജോൽപാദനം വർദ്ധിപ്പിക്കുന്നു, ഇൻക്രീസ് എനർജി പ്രൊഡക്ഷൻ. ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്നു, റൈസസ് ദ റേറ്റ് ഓഫ് മെറ്റബോളിസം. ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്നു,
ആക്സിലറേറ്റ് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ബ്രെയിൻ ഇൻ ദ ഫോയിറ്റൽ സ്റ്റേജ് ആൻഡ് ഇൻഫാൻസി. കുട്ടികളിലെ ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നു. റെഗുലേറ്റ്സ് ഗ്രോത്ത് ഇൻ ചിൽഡ്രൻ. തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോതൈറോയിഡിസം. തൈറോക്സിൻ്റെ ഉൽപ്പാദനം കൂടുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. ഭ്രൂണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ ആണ് തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നതെങ്കിലോ ശരിയായ ശാരീരിക മാനസിക വളർച്ച തടസ്സപ്പെടും, അല്ലേ? ഈ അവസ്ഥയാണ് ക്രെട്ടിനിസം എന്ന് പറയുന്നത്. മുതിർന്നവരിലാണ് തൈറോക്സിൻ കുറയുന്നതെങ്കിലോ അവർ മിക്സഡിമ എന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേരും. തൈറോക്സിനാണ് ഉപാപചയ പ്രവർത്തനം നിയന്ത്രിക്കുന്നത്, ഊർജ്ജോൽപാദനം വർദ്ധിപ്പിക്കുന്നതൊക്കെ നാം പറഞ്ഞു, അല്ലേ? അപ്പോൾ തൈറോക്സിൻ്റെ അളവ് കുറഞ്ഞാലോ ഉപാപചയ നിരക്ക് കുറയും, ഊർജ്ജോൽപാദനം കുറയും. അതുകൊണ്ട് തന്നെ നമുക്ക് മന്ദതായിരിക്കും. ഊർജം ശരിയായിട്ട് വിനിയോഗിക്കപ്പെടാത്തതുകൊണ്ട് തന്നെ ശരീരഭാരം കൂടും, ഉയർന്ന രക്തസമ്മർദ്ദമുണ്ടാകും, ശരീരകലകളിൽ നീര് വന്ന് ഒരു വീക്കമുണ്ടാകും. ഇതൊക്കെയാണ് മിക്സഡിമയുടെ പ്രധാന ലക്ഷണങ്ങൾ. ഇനി തൈറോക്സിൻ്റെ അളവ് കൂടുതലായിട്ട് ഉള്ള ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിലോ ഉയർന്ന ഉപാപചയ നിരക്കായിരിക്കും, അല്ലേ? ഊർജ്ജോൽപാദനമെല്ലാം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ താപനില കൂടുതലായിരിക്കും, കൂടുതൽ വിയർപ്പുണ്ടാവും, ഹൃദയമിടിപ്പ് കൂടും, ശരീരഭാരം കുറയും. അതായത് കഴിക്കുന്ന ഭക്ഷണമെല്ലാം ഇങ്ങനെ എനർജിയാക്കി മാറ്റിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ശരീരഭാരം കുറവായിരിക്കും. ശരീരത്തിൻ്റെ ഇതുപോലെ താപനിലയെല്ലാം കൂടി അത് കുറയ്ക്കാനാണ് ശരീരം കൂടുതൽ വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് അവരുടെ ശരീരത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് അവരുടെ മനസ്സിനെയും അത് ബാധിക്കും. എന്നിട്ട് വൈകാരിക പ്രക്ഷുബ്ധതയിലേക്ക് നയിക്കും. ഭയങ്കരമായിട്ട് ഇമോഷണൽ ആകും. അവർ ഇമോഷണൽ ഇംബാലൻസ് ആയിരിക്കും. അവരുടെ പ്രവൃത്തി കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അവർക്ക് മെൻ്റലി വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് ഉണ്ടാകാം. തൈറോയ്ഡ് ഗ്രന്ഥിക്ക് തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അയഡിൻ അത്യാവശ്യമാണ്. നമ്മുടെ ഭക്ഷണത്തിലൂടെ മതിയായ അളവിൽ അയഡിൻ കിട്ടിയില്ലെങ്കിലോ തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടും. ഈ സാഹചര്യത്തിൽ തൈറോയ്ഡ് ഗ്രന്ഥി കഷ്ടപ്പെട്ട് തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കും. അതിൻ്റെ ഫലമായിട്ട് തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായിട്ട് വളർന്നു വരും. ഈ അവസ്ഥയാണ് ഗോയിറ്റർ എന്നറിയപ്പെടുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ ഹോർമോണാണ് കാൽസിട്ടോണിൻ. ഇത് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്നു. ഈ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു പോയാലോ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രന്ഥിയുണ്ട്, പാരാതൈറോയ്ഡ് ഗ്രന്ഥി. ഈ പാരാതൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പാരാതെർമോൺ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് എന്ന് പറഞ്ഞാൽ 100 മില്ലി ലിറ്റർ രക്തത്തിൽ 9 മുതൽ 11 മില്ലിഗ്രാം വരെയാണ്. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കൂടിയാൽ തൈറോയ്ഡ് ഗ്രന്ഥി കാൽസിട്ടോണിൻ ഉൽപ്പാദിപ്പിക്കും. കാൽസിട്ടോണിൻ അസ്ഥികളിൽ നിന്ന് കാൽസ്യം രക്തത്തിലേക്ക് കലരുന്ന പ്രവർത്തനം തടയും. രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കുകയും ചെയ്യും. അങ്ങനെ സാധാരണ അളവിലേക്ക് കൊണ്ടുവരും. ഇനി രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞാലോ പാരാതൈറോയ്ഡ് ഗ്രന്ഥി പാരാതെർമോൺ ഉൽപ്പാദിപ്പിക്കും. പാരാതെർമോൺ വൃക്കകളിൽ നിന്ന് കാൽസ്യത്തെ രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യും. അതുപോലെ അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുകയും ചെയ്യും. അങ്ങനെ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് ക്രമീകരിക്കുന്നു. കാൽസിട്ടോണിൻ സെക്രീറ്റഡ് ഫ്രം തൈറോയ്ഡ് ഗ്ലാൻഡ് ലോവേഴ്സ് ദ ലെവൽ ഓഫ് കാൽസ്യം. പാരാതെർമോൺ സെക്രീറ്റഡ് ഫ്രം പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ഇൻക്രീസ് ദ ലെവൽ ഓഫ് കാൽസ്യം. അടുത്തത് തൈമസ് ഗ്രന്ഥി തൈമോസിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. തൈമോസിനെ യുവത്വ ഹോർമോൺ എന്നും പറയാറുണ്ട്. കാരണം തൈമസ് ഗ്രന്ഥി ശൈശവഘട്ടത്തിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു, പ്രായപൂർത്തിയാകുമ്പോൾ ചുരുങ്ങി ചെറുതാകുന്നു. ഇനി എന്താണ് ഇതിൻ്റെ ധർമ്മമെന്ന് നോക്കാം. ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നു. Thymus gland situated behind the sternum. Thymus gland produce thymosin. It is also known as youth hormone. The main function is to control the activities and maturation of T lymphocytes. T lymphocytes help to impart immunity.
അടിയന്തര സന്ദർഭങ്ങളെ നേരിടാനായി നാഡീവ്യവസ്ഥയുടെ ഭാഗമായ സിമ്പതറ്റിക് വ്യവസ്ഥ നമ്മുടെ ശരീരത്തെ സജ്ജമാക്കുന്നത് എങ്ങനെയെന്ന് കഴിഞ്ഞ പാഠത്തിൽ നാം പഠിച്ചു. എന്നാൽ നാഡീവ്യവസ്ഥയ്ക്ക് പെട്ടെന്ന് പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. വളരെ പെട്ടെന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാനും, അതായത് ഉദ്ദീപിക്കപ്പെടാനും, പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്യിക്കാനും നാഡീവ്യവസ്ഥയ്ക്ക് സാധിക്കും. എന്നാൽ ഈ പ്രവർത്തനങ്ങൾ കുറച്ച് സമയം തുടരണമെങ്കിൽ അതിന് ഹോർമോൺ നിയന്ത്രണ സംവിധാനങ്ങൾ തന്നെ വേണം. അപ്പോൾ നാം പഠിക്കുന്നത് അഡ്രീനൽ ഗ്രന്ഥി. അഡ്രീനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഇത്തരത്തിൽ അടിയന്തര സന്ദർഭങ്ങളെ തരണം ചെയ്യാൻ നമ്മെ സഹായിക്കുന്നത്. നമുക്ക് അഡ്രീനൽ ഗ്രന്ഥിയെക്കുറിച്ച് പഠിക്കാം. വൃക്കയുടെ മുകളിലായിട്ടാണ് അഡ്രീനൽ ഗ്രന്ഥി കാണപ്പെടുന്നത്. അഡ്രീനൽ ഗ്രന്ഥിയുടെ പുറം ഭാഗത്തെ കോർട്ടെക്സ് എന്നും ഉൾഭാഗത്തെ മെഡുല എന്നും പറയുന്നു. കോർട്ടെക്സും മെഡുല്ലയും പ്രത്യേകം ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. നമുക്കാദ്യം പുറംഭാഗമായ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ കുറിച്ച് പഠിക്കാം. ഒന്ന് കോർട്ടിസോൾ. കോർട്ടിസോൾ മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുന്നു. ശരീരത്തിൽ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കുന്നു. പ്രതിരോധ കോശങ്ങൾ അവ ചിലപ്പോൾ നമ്മുടെ ശരീരകോശങ്ങളെ തന്നെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ആക്റ്റീവായിട്ട് നിൽക്കുന്ന പ്രതിരോധ കോശങ്ങളെ ഒന്ന് മന്ദീഭവിപ്പിക്കുക. ഒത്തിരി, അതായത് സാധാരണഗതിയിൽ നിന്നും വളരെ ഓവറായിട്ട് പ്രതിരോധ കോശങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് അലർജി പോലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുന്നതും അതുപോലെ വീക്കവും അലർജിയും എല്ലാം ഇല്ലാതാക്കുന്നത് കൊണ്ടും ഇത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഈ മരുന്ന് തുടർച്ചയായിട്ട് കഴിച്ചാലോ? മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നുണ്ട് കോർട്ടിസോൾ, അല്ലേ? അപ്പോൾ തുടർച്ചയായിട്ട് കോർട്ടിസോൾ മരുന്ന് കഴിച്ചാൽ അത് പ്രമേഹ രോഗ സാധ്യതയാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കണം കോർട്ടിസോൾ അടങ്ങിയ മരുന്നുകളെല്ലാം കഴിക്കേണ്ടത്. അടുത്തത് അൾഡോസ്റ്ററോൺ. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണജല സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു. അതുപോലെ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു. മെയിൻറ്റെയിൻസ് എ സോൾട്ട് വാട്ടർ ലെവൽ ബൈ ആക്ടിങ് ഇൻ കിഡ്നീസ് ആൻഡ് മെയിൻറ്റെയിൻസ് ബ്ലഡ് പ്രഷർ. ഇനി ലൈംഗിക ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അഡ്രീനൽ ഗ്രന്ഥിയുടെ പുറംഭാഗമായ കോർട്ടെക്സ്. സാധാരണ രീതിയിൽ ലൈംഗികാവയവങ്ങളാണ് ലൈംഗിക ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ ചെറിയ അളവിൽ ലൈംഗിക ഹോർമോണുകൾ കോർട്ടെക്സും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് ലൈംഗിക വളർച്ചയെയും ധർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നു. കൺട്രോൾസ് ദ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫങ്ഷൻ ഓഫ് സെക്സ് ഓർഗൻസ്. അഡ്രീനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗമായ മെഡുല എപ്പിനെഫ്രിൻ അഥവാ അഡ്രിനാലിൻ, നോർ എപ്പിനെഫ്രിൻ അഥവാ നോർ അഡ്രിനാലിൻ എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിൽ എപ്പിനെഫ്രിനാണ് അടിയന്തര സാഹചര്യങ്ങളിൽ സിമ്പതറ്റിക് വ്യവസ്ഥയോട് ചേർന്ന് പ്രവർത്തിക്കുന്നത്. അങ്ങനെ പോരാടാനോ പിന്തിരിഞ്ഞോടാനോ എല്ലാം നമ്മളെ സഹായിക്കുന്നു. നോർ എപ്പിനെഫ്രിൻ ആണെങ്കിൽ എപ്പിനെഫ്രിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു. മസ്തിഷ്കത്തിൻ്റെ മധ്യഭാഗത്തായി കാണുന്ന ഗ്രന്ഥിയാണ് പൈനിയൽ ഗ്രന്ഥി. ഈ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് മെലാട്ടോണിൻ. നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നു. അതായത് ദ റിഥം ഓഫ് അവർ ഡെയിലി ആക്ടിവിറ്റീസ്. ഇതാണ് മെലാട്ടോണിൻ്റെ ധർമ്മം. അതുകൊണ്ട് മെലാട്ടോണിനെ നമ്മൾ ജൈവ ഘടികാരം അഥവാ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്നു. രാത്രികാലങ്ങളിൽ മെലാട്ടോണിൻ്റെ ഉൽപ്പാദനം കൂടുതലും പകൽ സമയത്ത് കുറവുമാണ്. അടുത്തായി നാം പഠിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. ഹൈപ്പോതലാമസിന് താഴെയായി കാണുന്ന ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. ചിത്രത്തിൽ കാണുന്നത് പോലെ രണ്ട് ദളങ്ങളായിട്ടാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി കാണപ്പെടുന്നത്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയും ഹൈപ്പോതലാമസുമായി പോർട്ടൽ സിരകളാലും നാഡീതന്തുക്കളാലും ബന്ധപ്പെട്ടിട്ടുണ്ട്. പോർട്ടൽ സിര എന്ന് പറഞ്ഞാൽ രണ്ട് അവയവങ്ങൾക്ക് ഇടയ്ക്ക് കാണുന്ന സിരകളെയാണ് പോർട്ടൽ സിര എന്ന് പറയുന്നത്. സാധാരണയായി സിരകൾ ഹൃദയത്തിലാണ് അവസാനിക്കുന്നത്. എന്നാൽ ഒരു അവയവത്തിൽ തുടങ്ങി മറ്റൊരു അവയവത്തിൽ അവസാനിക്കുന്ന സിരകളെയാണ് നമ്മൾ പോർട്ടൽ സിര എന്ന് പറയുന്നത്. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളമുണ്ട്, പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്ക് പിൻതളമുണ്ട്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം പോർട്ടൽ സിരകളാൽ ഹൈപ്പോതലാമസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിൻതളം നാഡീതന്തുക്കളാൽ ഹൈപ്പോതലാമസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണെന്ന് നോക്കൂ. TSH തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ACTH അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ, GTH ഗൊണാഡോട്രോപിക് ഹോർമോണുകൾ. ഇവയെല്ലാം ട്രോപ്പിക് ഹോർമോണുകളാണ്. അതുകൂടാതെ വളർച്ചാ ഹോർമോണും പ്രോലാക്റ്റിനും പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഥവാ TSH, അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ അഥവാ ACTH, ഗൊണാഡോട്രോപിക് ഹോർമോൺ അഥവാ GTH ഇവയെ ട്രോപ്പിക് ഹോർമോണുകൾ എന്നാണ് പറയുന്നത്. ഇവ മറ്റ് ഗ്രന്ഥികളിൽ നിന്നുള്ള ഹോർമോൺ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്നു. അതായത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തിൽ നിന്ന് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഉണ്ടായെങ്കിൽ മാത്രമേ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്ന് തൈറോക്സിൻ ഉണ്ടാകുകയുള്ളൂ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ തൈറോയ്ഡ് ഗ്രന്ഥി തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു ഹോർമോണാണ് വളർച്ചാ ഹോർമോൺ അഥവാ സൊമാറ്റോട്രോപിൻ. പേര് സൂചിപ്പിക്കും പോലെ ശരീര വളർച്ച വേഗത്തിലാക്കുന്നു. വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപിൻ്റെ ഉൽപ്പാദനം കൂടിയാലോ ശരീരം അമിതമായി വളരുന്നു. ഇത് ഭീമാകാരത്വം അഥവാ ജൈജാൻറ്റിസം എന്നറിയപ്പെടുന്നു. വളർച്ചാ കാലഘട്ടത്തിൽ ഇതിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞാലോ വളർച്ച മുരടിച്ച് വാമനത്വം അഥവാ ഡോർഫിസത്തിന് കാരണമാകും. ഇനി വളർച്ച പൂർത്തിയായതിനു ശേഷവും സൊമാറ്റോട്രോപ്പിൻ്റെ അമിതമായ ഉൽപ്പാദനം ഉണ്ടായാലോ മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളർന്ന് വികൃതമാകും. ഈ അവസ്ഥയാണ് അക്രോമെഗാലി എന്ന് പറയുന്നത്. അക്രോ മീൻസ് അറ്റം എന്നാണ് അർത്ഥം. മെഗാ വലുത്, വളർച്ച, അറ്റം വലുതാകുന്ന, വളരെ വലുതായി പോകുന്ന അവസ്ഥ. അതാണ് അക്രോമെഗാലി എന്ന വാക്കിൻ്റെ അർത്ഥം. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു ഹോർമോണാണ് പ്രോലാക്റ്റിൻ. ഇത് മുലപ്പാലിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നു. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളം ഒരു സംഭരണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിറ്റോസിനും വാസോപ്രസിനുമാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളത്തിൽ സംഭരിക്കപ്പെടുന്നത്. ഇതിൽ ഓക്സിറ്റോസിൻ ഗർഭാശയഭിത്തിയിലെ മിനുസപേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കുന്നു. ഫെസിലിറ്റേറ്റ്സ് ചൈൽഡ് ബർത്ത് ബൈ സ്റ്റിമുലേറ്റിംഗ് കോൺട്രാക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽസ് ഇൻ ദ യൂട്രൈൻ വാൾ ആൻഡ് ഫെസിലിറ്റേറ്റ്സ് ലാക്ടേഷൻ. മുലപ്പാൽ ചുരത്താൻ സഹായിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, പാൽ ഉൽപ്പാദനത്തിന് മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന പ്രോലാക്റ്റിൻ, പാൽ ചുരത്താൻ സഹായിക്കുന്നത് ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിച്ച് പിന്തളത്തിൽ സംഭരിക്കപ്പെടുന്ന ഓക്സിറ്റോസിൻ. ഇനി ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിച്ച് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളത്തിൽ സംഭരിക്കപ്പെടുന്ന രണ്ടാമത്തെ ഹോർമോണാണ് വാസോപ്രസിൻ. വാസോപ്രസിൻ ആൻറ്റി ഡൈയൂററ്റിക് ഹോർമോൺ, അതായത് ചുരുക്കപ്പേരിൽ ADH എന്നും അറിയപ്പെടുന്നുണ്ട്. വൃക്കയിൽ നിന്ന് ജലത്തിൻ്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ അഥവാ ADH. ADH ഹെൽപ്സ് ഇൻ ദ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ ദ കിഡ്നി. വാസോപ്രസിൻ രക്തത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കാനായി സഹായിക്കുന്നു. രക്തത്തിൽ ജലത്തിൻ്റെ അളവ് സാധാരണയിൽ നിന്ന് കൂടിക്കഴിയുമ്പോൾ വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയും. അപ്പോൾ വൃക്കയിലെ ജലത്തിൻ്റെ പുനരാഗിരണവും കുറയും. അധികമുള്ള ജലം മൂത്രമായിട്ട് പുറത്തേക്ക് പോകും, അതായത് മൂത്രത്തിൻ്റെ അളവ് കൂടും. ഇനി രക്തത്തിൽ ജലത്തിൻ്റെ സാധാരണ അളവിലും കുറഞ്ഞാലോ വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കൂടും. അപ്പോൾ വൃക്കയിൽ നിന്ന് ജലത്തിൻ്റെ പുനരാഗിരണവും കൂടും. അപ്പോൾ മൂത്രത്തിൻ്റെ അളവ് കുറയും. സാധാരണയായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മഴക്കാലത്ത് മൂത്രത്തിൻ്റെ അളവ് കൂടുതലാണ്. കാരണം മഴക്കാലത്ത് വിയർപ്പിലൂടെയും മറ്റും ജലനഷ്ടമില്ല, അതിനാൽ രക്തത്തിൽ ജലത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും. എന്നാൽ വേനൽക്കാലത്തോ വിയർപ്പിലൂടെയും മറ്റും വെള്ളം നഷ്ടപ്പെടുന്നതുകൊണ്ട് ശരീരത്തിൽ ജലത്തിൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കൂടുന്നു, അങ്ങനെ ജലത്തിൻ്റെ പുനരാഗിരണവും കൂടുന്നു. അതുകൊണ്ടാണ് വേനൽക്കാലത്ത് മൂത്രത്തിൻ്റെ അളവ് കുറവായിരിക്കുന്നത്. പുരുഷ ലൈംഗികാവയവമായ വൃഷണങ്ങൾ, അതായത് ടെസ്റ്റിസിൽ നിന്ന് പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ, അതായത് ശബ്ദമാറ്റം, രോമവളർച്ച, ലൈംഗികാവയവ വളർച്ച എന്നിവയും ബീജോത്പാദനവും നിയന്ത്രിക്കുകയാണ് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ധർമ്മം.
ഉദരാശയത്തിന് വെളിയിൽ വൃഷണസഞ്ചിയിലാണ് വൃഷണങ്ങൾ കാണുന്നത്. ഇനി സ്ത്രീ ലൈംഗിക അവയവങ്ങളായ അണ്ഡാശയങ്ങൾ. അണ്ഡാശയത്തിൽ നിന്നാണ് സ്ത്രീ ലൈംഗിക ഹോർമോണുകളായ ഈസ്ട്രജനും പ്രൊജസ്റ്ററോണും ഉണ്ടാകുന്നത്. ഈസ്ട്രജൻ ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ, അണ്ഡോൽപാദനം, ആർത്തവചക്രം എന്നിവയെ നിയന്ത്രിക്കുന്നു. പ്രൊജസ്റ്ററോൺ അണ്ഡോൽപാദനം, ആർത്തവചക്രം, ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്തൽ എന്നിവയുടെ നിയന്ത്രണം. Testes produce testosterone. Testosterone controls secondary sexual characters and sperm production. Ovaries secretes estrogen and progesterone. Estrogen controls secondary sexual characters, ovulation, menstrual cycle, etc. Progesterone controls ovulation, menstrual cycle, and implantation of embryo in the uterus. മറ്റ് ഗ്രന്ഥികളിൽ നിന്നുള്ള ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ട്രോപ്പിക് ഹോർമോണുകൾ വഴി നിയന്ത്രിക്കുന്നു എന്ന് പഠിച്ചു. എന്നാൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ നിയന്ത്രിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഹൈപ്പോതലാമസ്. മസ്തിഷ്കത്തിൻ്റെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. അതായത് നാഡീവ്യവസ്ഥയുടെ ഭാഗമായിരിക്കുമ്പോൾ തന്നെ ഒരു അന്തസ്രാവി ഗ്രന്ഥിയും കൂടിയാണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നീ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നുവെന്നും ഈ ഹോർമോണുകൾ നാഡീതന്തുക്കൾ വഴി പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളത്തിൽ എത്തിച്ചേരുമെന്നും അവിടെ സംഭരിക്കപ്പെടുമെന്നും നമ്മൾ പഠിച്ചു. ഇവ കൂടാതെ റിലീസിംഗ് ഹോർമോണുകൾ എന്നും ഇൻഹിബിറ്ററി ഹോർമോണുകൾ എന്നും പേരുള്ള ഹോർമോണുകളും ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. റിലീസിംഗ് ഹോർമോണുകളും ഇൻഹിബിറ്ററി ഹോർമോണുകളും വഴി ഹൈപ്പോതലാമസ് എല്ലാ ഗ്രന്ഥികളുടെയും നിന്നുള്ള ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്നു. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഹൈപ്പോതലാമസ് റിലീസിംഗ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. റിലീസിംഗ് ഹോർമോണുകൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തിൽ ചെന്ന് അവിടെ നിന്ന് ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് കാരണമാകുന്നു. ട്രോപ്പിക് ഹോർമോണുകൾ ഗ്രന്ഥികളിൽ എത്തിച്ചേർന്ന് അവിടെ നിന്നും ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് കാരണമാകുന്നു. ഇനി ഹോർമോണുകളുടെ ഉൽപ്പാദനം നിൽക്കണമെങ്കിലോ ഹൈപ്പോതലാമസ് ഇൻഹിബിറ്ററി ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഇൻഹിബിറ്ററി ഹോർമോണുകൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തിലെ ട്രോപ്പിക് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ തടയുന്നു. അപ്പോൾ ഗ്രന്ഥികളിൽ നിന്നുള്ള ഹോർമോണുകളുടെ ഉൽപ്പാദനവും നിലയ്ക്കുന്നു. അങ്ങനെ വിവിധതരം റിലീസിംഗ് ഹോർമോണുകൾ, ഇൻഹിബിറ്ററി ഹോർമോണുകൾ എന്നിവ ഉൽപ്പാദിപ്പിച്ച് ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി അന്തസ്രാവി വ്യവസ്ഥയെ കോശങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തിന് ഹോർമോണുകൾ എത്രമാത്രം സഹായകമാകുന്നുവെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചില ജന്തുക്കൾ ചുറ്റുപാടിലേക്ക് സ്രവിക്കുന്ന രാസവസ്തുക്കളായ ഫിറമോണുകളെ കുറിച്ചിട്ടാണ്. ഈ ഫിറമോണുകൾ ജീവികൾക്ക് ആശയവിനിമയത്തിന് സഹായിക്കുന്നു. ഇണയെ ആകർഷിക്കൽ, ഭക്ഷണ ലഭ്യത അറിയിക്കൽ, സഞ്ചാരപാത നിർണ്ണയിക്കൽ, അപകട സാധ്യത അറിയിക്കൽ എന്നിവയ്ക്ക് ഫിറമോണുകൾ ഉപയോഗിക്കുന്നു. കസ്തൂരിമാനിലെ കസ്തൂരി, അതായത് മസ്ക് ഡിയറിലെ മസ്കാണ്. വെരികിലെ സിവറ്റോൺ, സിവറ്റിക്കാറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സിവറ്റോൺ. ഫീമെയിൽ സിൽക്ക് വേം മോത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ബോംബിക്കോൾ, അതായത് പെൺ പട്ടുനൂൽ ശലഭം ഉൽപ്പാദിപ്പിക്കുന്ന ബോംബിക്കോൾ. ഇവയെല്ലാം ഫിറമോണുകൾക്ക് ഉദാഹരണങ്ങളാണ്. സാധാരണയായിട്ട് തേനീച്ചകളും ചിതലുകളും മുതലായ കോളനികളായിട്ട് ജീവിക്കുന്ന ജീവികളാണ് ആശയവിനിമയത്തിന് ഫിറമോണുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കാർഷിക മേഖലയിൽ കൃത്രിമ ഫിറമോണുകൾ ഉപയോഗിച്ചുള്ള കീടനിയന്ത്രണ മാർഗങ്ങൾ നമ്മൾ അവലംബിക്കാറുണ്ട്. ഫിറമോൺ കെണി എന്നെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇനി നാം പഠിക്കാൻ പോകുന്നത് സസ്യ ഹോർമോണുകളെ കുറിച്ചിട്ടാണ്. സസ്യങ്ങളിലെ ജീവപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് സസ്യ ഹോർമോണുകളാണ്. ഇവയെ സസ്യവളർച്ചാ നിയന്ത്രക വസ്തുക്കൾ അഥവാ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്നറിയപ്പെടുന്നു. ജന്തുക്കളിലേതുപോലെ പ്രത്യേക അന്തസ്രാവി ഗ്രന്ഥികളൊന്നുമില്ല. അതുപോലെ തന്നെ ഹോർമോണുകളെ സംവഹനം ചെയ്യാനായിട്ട് രക്തപരീന വ്യവസ്ഥയും സസ്യങ്ങളിൽ കാണപ്പെടുന്നില്ല. അവ കോശങ്ങളിൽ നിന്ന് കോശങ്ങളിലേക്ക് പകർന്ന് ആണ് സംവഹനം ചെയ്യപ്പെടുന്നത്. ഓക്സിൻ കോശവളർച്ച, കോശദീർഘീകരണം, അഗ്രമുകുളത്തിൻ്റെ വളർച്ച, ഫലരൂപീകരണം, സെൽ ഗ്രോത്ത്, സെൽ ഇലോങ്ങേഷൻ, promoting the growth of terminal buds, fruit formation. സൈറ്റോകിനിൻ കോശവളർച്ച, കോശവിഭജനം, കോശവൈവിധ്യവൽക്കരണം.
cell growth, cell division, and cell differentiation. Gibberellin stimulates breakdown of stored food to facilitate germination and helps in sprouting of leaves. ജിബർലിൻ സമൃദ്ധാഹാരത്തെ വിഘടിപ്പിച്ച് വിത്തുകൾ മുളക്കാൻ സഹായിക്കുന്നു, ഇല വിരിയാൻ സഹായിക്കുന്നു. എഥിലിൻ വാതക രൂപത്തിലുള്ള സസ്യ ഹോർമോണാണ്. ഇലകളും ഫലങ്ങളും പാകമാകാനും സഹായിക്കുന്നു. കൂടിയ അളവിലായാൽ ഇലകളും പഴങ്ങളും കൊഴിയും. Ripening of leaves and fruits. Excess amount of ethylene causes dropping of leaves and fruits. Abscisic acid, dormancy of embryo, dropping of ripened leaves and fruits. ഭ്രൂണത്തിൻ്റെ സുപ്താവസ്ഥ, പാകമായ ഇലകൾ, കായ്കൾ എന്നിവ പൊഴിയാൻ സഹായിക്കുന്നു. സസ്യങ്ങളിലെ സ്വാഭാവിക ഹോർമോണുകളുടെ രാസഘടന തിരിച്ചറിഞ്ഞ് കൃത്രിമമായ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇവയുടെ ഉപയോഗം കാർഷിക മേഖലയുടെ പുരോഗതിക്ക് വളരെയധികം സഹായകമായിട്ടുണ്ട്. ഓക്സിനുകൾ ഫലങ്ങൾ അകാലത്തിൽ പൊഴിയുന്നത് തടയുന്നു, വേര് മുളപ്പിക്കാൻ സഹായിക്കുന്നു, കളകളെ നശിപ്പിക്കും. ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രിവെൻറ്റ് ദ ഡ്രോപ്പിംഗ് ഓഫ് പ്രീമച്വർ ഫ്രൂട്ട്സ് ആൻഡ് ഫോർ ദ സ്പ്രൗട്ടിംഗ് ഓഫ് റൂട്ട്സ് ആൻഡ് ആസ് എ വീഡിസൈഡ്, കളനാശിനിയായിട്ട്. ജിബർലിനുകൾ ഫലങ്ങളുടെ വലിപ്പം വർദ്ധിപ്പിക്കുന്നതിനും ഫലങ്ങൾ പഴുക്കുന്നത് തടയുകയും ചെയ്യും. അതായത് സീസണൊക്കെ ആകുന്നവരെ തടഞ്ഞു നിർത്തിയിട്ട് ഒരേ സമയം പഴുപ്പിച്ചെടുക്കാനായിട്ടൊക്കെ ജിബർലിനുകൾ ഉപയോഗിക്കും. ഇറ്റ്സ് യൂസ്ഡ് ഫോർ ഇൻക്രീസിങ് ഫ്രൂട്ട് സൈസ് ആൻഡ് പ്രിവെൻറ്റിങ് റൈപ്പനിങ്. ഒരേ സമയം പുഷ്പിക്കാനും അതുപോലെ പഴങ്ങൾ പഴുപ്പിക്കാനും ഒക്കെ എഥിലിൻ ഉപയോഗിക്കുന്നു. എഥിഫോൺ എന്ന പേരിലെ ദ്രാവക രൂപത്തിൽ ലഭിക്കുന്ന പദാർത്ഥം റബ്ബർ മരങ്ങളിൽ റബ്ബർ പാൽ ഉൽപ്പാദനം കൂട്ടുന്നു. അബ്സസിക് ആസിഡ് പഴവർഗ്ഗങ്ങൾ ഒരേ സമയം വിളവെടുക്കാനായിട്ട് സഹായിക്കുന്നു. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഹാർവെസ്റ്റിംഗ് ഫ്രൂട്ട്സ് അറ്റ് ദ സെയിം ടൈം. ഓരോ ഗ്രന്ഥികളും എവിടെ സ്ഥിതി ചെയ്യുന്നതെന്നും അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പാൻക്രിയാസ് ഉദരാശയത്തിൽ ആമാശയത്തിന് താഴെ പക്വാശയത്തോട് ചേർന്ന് കാണുന്നു. ഹോർമോണുകൾ ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ. തൈറോയ്ഡ് തൊണ്ടയിൽ സ്വനപേടകത്തിന് തൊട്ട് താഴെയായി കാണുന്നു. തൈറോക്സിൻ, കാൽസിട്രോണിൻ. പാരാതൈറോയ്ഡ് തൈറോയ്ഡ് ഗ്രന്ഥിയിൽ കാണുന്നു. പാരാതെർമോൺ. തൈമസ് മാറലിന് പിറകിൽ തൈമോസിൻ. അഡ്രീനൽ വൃക്കകൾക്ക് മുകളിൽ അഡ്രിനാലിൻ, നോറഡ്രിനാലിൻ, കോർട്ടിസോൾ, അൾഡോസ്റ്റിറോൾ ലൈംഗിക ഹോർമോണുകൾ. പൈനിയൽ മസ്തിഷ്കത്തിൻ്റെ മധ്യഭാഗത്ത് മെലാട്ടോണിൻ, സെറാട്ടോണിൻ. ലൈംഗിക അവയവങ്ങൾ വൃഷണങ്ങൾ, ഉദരാശയത്തിന് വെളിയിൽ വൃഷണസഞ്ചിയിൽ ടെസ്റ്റോസ്റ്റിറോൺ. അണ്ഡാശയങ്ങൾ ഉദരാശയത്തിനുള്ളിൽ ഗർഭാശയത്തിന് ഇരുവശത്തുമായി ഹോർമോണുകൾ ഈസ്ട്രജൻ, പ്രൊജസ്റ്ററോൺ. ഹൈപ്പോതലാമസ് മസ്തിഷ്കത്തിൻ്റെ മധ്യഭാഗത്ത് തലാമസിന് താഴെയായി ഹോർമോണുകൾ വാസോപ്രസിൻ, ഓക്സിറ്റോസിൻ, റിലീസിംഗ് ഹോർമോൺ ആൻഡ് ഇൻഹിബിറ്ററി ഹോർമോൺ. പിറ്റ്യൂട്ടറി ഹോർമോൺ ഹൈപ്പോതലാമസിന് താഴെയായിട്ട് വളർച്ചാ ഹോർമോൺ, ട്രോപ്പിക് ഹോർമോൺസ്, പ്രോലാക്റ്റിൻ.